ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെളുത്തുള്ളി വെച്ചിട്ട് ഒരു ചമ്മന്തിയാണ്, അതായത് ഗാർലിക് ചമ്മന്തി. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഗാർലിക്കാണ്, അത് കുറച്ച് കൂടുതൽ എടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് മല്ലി വേണം. ഞാനിവിടെ മല്ലിയാണ്, നിങ്ങൾക്ക് മല്ലിപ്പൊടി എടുക്കാം. പിന്നെ ഉണക്കമുളക്, ഡ്രൈ ചില്ലി വേണം. പിന്നെ കുറച്ച് ജീരകം, കുറച്ച് ശർക്കര, പുളി, വാളംപുളി, ടാമറിൻഡ്, പിന്നെ കുറച്ച് കറിവേപ്പില, ഉഴുന്ന് പരിപ്പ്. ഇത്രയും സാധനമാണ്. ഇത് കൂടാതെ കുറച്ച് കടുകും വേണം, ഉപ്പും വേണം. ഇതാണ് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ട സാധനം. ആദ്യം നമുക്ക് ഉഴുന്നും വെളുത്തുള്ളിയും നല്ലോണം എണ്ണയിൽ വറുത്തെടുക്കാം. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇനി ഉഴുന്ന് പരിപ്പ് ആദ്യം ഇടാം. ഉഴുന്ന പരിപ്പ് എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആഡ് ചെയ്തിടാം. ഇത് രണ്ടും നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണയിൽ നല്ലെണ്ണ വേണം ഒഴിക്കാൻ കേട്ടോ. എടുത്ത് വെച്ചിരുന്ന കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലോണം കുക്ക് ചെയ്തെടുക്കും. അടുത്തത് ഉണക്കമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇതിനകത്തിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. ഇനി മല്ലി ആഡ് ചെയ്യാം. നിങ്ങൾ മല്ലിപ്പൊടി ഇപ്പം ആഡ് ചെയ്യണ്ട, ഞാൻ മല്ലി ആയതുകൊണ്ട് ഇപ്പം ആഡ് ചെയ്യണം. മല്ലിയും ആഡ് ചെയ്തിട്ടുണ്ട്. എടുത്തു വെച്ചിരുന്ന ജീരകവും ആഡ് ചെയ്തു. ഇത് നല്ലോണം നമുക്ക് ഒരു 2 മിനിറ്റ്സ് നല്ലോണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കടുക് ആഡ് ചെയ്യാം. കടുക് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ആഡ് ചെയ്താൽ മതി, കണ്ടോ, ഇത്രയും മതി. ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അടുത്തത് പുളി ആഡ് ചെയ്യാം. നമ്മളിനി പുളി ആഡ് ചെയ്യണം, കണ്ടോ. ഇതെല്ലാം കൂടെ നല്ലോണം നമുക്ക് ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് മല്ലിപ്പൊടി ഇടുന്നവർ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം വേണം മല്ലിപ്പൊടി ആഡ് ചെയ്യാൻ. ഇനി കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ആഡ് ചെയ്യാം. ശർക്കര ഉണ്ടോ, ഒരു ചെറിയ കഷ്ണം മതി. ഇനി ഇതെല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ ചെറിയ ബൗളിൽ ഇട്ടിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മുടെ ഗാർലിക് വെച്ചിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ വെളുത്തുള്ളി വെച്ചിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് സർവിങ് ബൗളിലേക്ക് വെച്ചതിന് ശേഷം കുറച്ച് നല്ലെണ്ണ മുകളിൽ ഒഴിക്കാം. ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെളുത്തുള്ളി ചമ്മന്തിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈസിയാണ്. നമുക്കൊരു 10 മിനിറ്റ് മതി ഇത് ഈ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിട്ട് ചൂട് ചോറിൽ നമ്മളിട്ടിട്ട് നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കേ, താങ്ക് യു ഫ്രണ്ട്സ്.